നമ്മുടെ ഇറാനിലെ മൂപ്പരുണ്ടല്ലോ, ആര്? ആയാത്തുള്ള ഖമനേയി. ഖമനേയി മരിച്ചുപോയി എന്നാണ് വാർത്ത. ചിലർ പറയുന്നു മരിച്ചിട്ടില്ല, കോമയിലാണ്. അല്ലല്ല, അത് ഫുൾ സ്റ്റോപ്പ് തന്നെയാണ്, കോമയൊന്നുമല്ല, ഒന്ന് സൂക്ഷിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങേരുടെ മകനൊരുത്തനുണ്ട്, മൊജ്താബ ഖമനേയി. ഇതൊക്കെ വായിക്കൊള്ളാത്ത പേരുകളാണ് കേട്ടോ. ഏതായാലും അയാളെയാണ് അടുത്ത ആയാത്തുള്ളയായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ തീരുമാനം സെപ്റ്റംബറിൽ തന്നെ എടുത്തതാണ് എന്ന് പറയുന്നു. പരമരഹസ്യമായിട്ട് 60 പേര് ചേർന്ന ഒരു കൗൺസിലാണ് ഇത് തീരുമാനിക്കുന്നത്. തീരുമാനമൊന്നുമില്ല, ഇരിക്കുന്ന ആയാത്തുള്ള പറയുന്ന ആളാണ് അടുത്ത ആയാത്തുള്ള. ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ഈ 60 പേരിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം. ഇങ്ങനെ തീരുമാനം എടുത്തു എന്നുള്ളത് പുറത്തറിഞ്ഞു കഴിഞ്ഞാലും കമ്മിറ്റിക്കാരൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ആരും പുറത്ത് പറഞ്ഞില്ല. സെപ്റ്റംബർ മുതൽ നമ്മുടെ മൂപ്പർക്ക് തീരെ വയ്യായിരുന്നു, വയസ്സായെന്നേ, ആർക്കും വയസ്സാകുമല്ലോ. അപ്പോൾ അങ്ങനെ മൊജ്താബ ഖമൈനി ഇതെന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല, ഇപ്പോഴും പറയുന്നില്ല? അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ഇറാനിൽ വലിയ വിപ്ലവം നടക്കും, ബഹുജന രോഷം ഭയങ്കരമായിട്ടുണ്ടാകും. കാരണം അത്രയ്ക്ക് കൊള്ളാവുന്നവനാണ് ഈ മൊജ്താബ ഖമൈനി. അവൻ്റെ ഇല്ലാത്ത പോക്കൃത്തരം ഒന്നുമില്ല. അവനാണ് ആ ഹിജാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് പെൺപിള്ളേരെ വെടിവെച്ച് കൊല്ലുകയും അത് കംപ്ലീറ്റ് അടിച്ചമർത്തിയില്ലേ. ഇതൊക്കെ ചെയ്ത ആൾ ഈ മൊജ്താബയാണ്. അയാളെ അടുത്ത ആയത്തുള്ളയാക്കുന്നതിൽ ജനങ്ങൾക്ക് ഭയങ്കര വിരോധമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇറാൻ ജനത ഇറാൻ ഭരണകൂടവുമായിട്ട് അത്ര രസത്തിലല്ല. ഏത് നിമിഷവും അവിടെ ഒരു അട്ടിമറി ഉണ്ടാകും. അതുണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നെതന്യാഹു നേരിട്ട് ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്ത് വീഡിയോ ഇറക്കിയത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ രണ്ട് കൂട്ടരും വേണ്ടപ്പെട്ടവരാണ്, നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു വഴക്കുമില്ല, താമസിയാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഇത് നെതന്യാഹു ഇറാൻ ജനതയോട് പറയുന്നു. ഇതിലും വലിയ അപമാനം വേറെയുണ്ടോ? പക്ഷേ അത് വിഴുങ്ങേണ്ടി വന്നു ഇറാനിന്. ഇറാനിലെ ചില പത്രങ്ങളെങ്കിലും അത് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ അറബ് ലീഗ്, പിന്നെ OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ഇവരുടെ ഗ്രൂപ്പ് രണ്ടും കൂടെ ചേർന്ന് ഒരു സമ്മേളനം നടന്നിരുന്നു ഗൾഫിൽ, ബഹ്റിനിലാണെന്ന് തോന്നുന്നു. എനിവേ അവരെല്ലാം കൂടെ കൂടി ഒരു പ്രമേയം അങ്ങ് പാസ്സാക്കി. ആ പ്രമേയത്തിൽ പറഞ്ഞു, ഇസ്രായേൽ ഗസയിൽ കാണിച്ചു കൂട്ടുന്നത് വംശഹത്യയാണ്, നരവംശത്തിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. അത് ഉടനെ നിർത്തണം. അതിന് ഇസ്രായേലിൽ താല്പര്യം കാണിക്കുന്നില്ല. ഇത് കൂടാതെ 2 നേഷൻ തിയറി ഇസ്രായേൽ അംഗീകരിക്കണം. അതായത് ഇസ്രായേലും ഉണ്ടാകും, പാലസ്തീനും ഉണ്ടാകും. ഈ 2 നേഷൻ തിയറിയിൽ പാലസ്തീൻ ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കേണ്ടത് 1967 യുദ്ധത്തിന് മുമ്പുള്ള നില വെച്ച് വേണം. എന്തായിരുന്നു 1967 യുദ്ധത്തിന് മുമ്പുള്ള നില? അത് അറബികളെല്ലാം ചേർന്ന് വാട്ടം കൂടി ഇസ്രായേലിനെ ആക്രമിച്ചതാണ്. അതിൽ ഈജിപ്റ്റ് ഉണ്ടായിരുന്നു, സൗദി അറേബ്യ ഉണ്ടായിരുന്നു, ജോർഡാൻ ഉണ്ടായിരുന്നു, സിറിയ ഉണ്ടായിരുന്നു, ലെബനൻ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ആക്രമിച്ചു, വളഞ്ഞിട്ട് ആക്രമിച്ചു. എന്നിട്ട് സകലരും തോറ്റ് തുന്നമ്പാടി. ആ യുദ്ധത്തിലാണ് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേലിൻ്റെ കയ്യിലാകുന്നത്. അത് തെക്ക് വശത്ത്. പടിഞ്ഞാറ് വശത്ത് വെസ്റ്റ് ബാങ്ക്, ജോർഡാൻ നദിയുടെ പടിഞ്ഞാറേ കര, അവിടെ വരെ ഇസ്രായേലിൻ്റെ കയ്യിലായി. വടക്ക് ജെറൂസലേം വരെ, ഗോലാൻ ഹൈറ്റ്സ് വരെയൊക്കെ ഇസ്രായേലിൻ്റെ കയ്യിലായി. ഇപ്പോൾ ഈ സാധനം എല്ലാം തിരിച്ചു കിട്ടണം. അതിനാണ് 67 മുമ്പുള്ള നില തിരിച്ചു കൊണ്ടുവന്നിട്ട് പാലസ്തീൻ കൊടുക്കണം. ശരി, 67 മുമ്പ് നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ പാലസ്തീൻ. നിങ്ങൾ കൊടുക്കാതെ ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് കയറിയത് എന്താ? അന്ന് പാലസ്തീൻ എന്നൊരു വാക്കില്ല, അങ്ങനൊരു വാക്കേ ഇല്ല. പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യവും ഇല്ല, വാക്കുമില്ല, ഐഡൻറ്റിറ്റിയില്ല. 67 യുദ്ധം ഇവർക്ക് എതിരാവുകയും
ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയധികം സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തപ്പോഴാണ് പാലസ്തീൻ്റെ ഉദയം. അങ്ങനെയാണ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO ഉണ്ടാകുന്നത്. അതിനു മുമ്പ് PFLP എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ലോങ് ഫോം ഞാനിപ്പം മറന്നുപോയി. സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന സംഘടന, പാലസ്തീനികൾക്ക് വേണ്ടിയിട്ട്. ഇതായിരുന്നു അതിൻ്റെ പേര്. ഈ സാധനം ഒന്ന് പച്ചപിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ അന്താരാഷ്ട്ര ഭീകരൻ യാസർ അറാഫത്ത് PLO എന്ന് പേര് മാറ്റി അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്നു. ഇതാണ് PLOയുടെ ചരിത്രം. അങ്ങേരാണ് ഭൂമിയിൽ ടെററിസം, ഇസ്ലാമിക് ടെററിസം എന്നുള്ളൊരു വാക്ക് അവതരിപ്പിച്ചത് ഈ യാസർ അറാഫത്താണ്. ഇതെല്ലാം 67-ന് ശേഷം സംഭവിച്ചതാണ്. പിന്നെ പാലസ്തീൻ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി. അതുവരെ പാലസ്തീൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ പാലസ്തീൻ കൊടുത്തിരുന്നെങ്കിൽ ഈ അടിയിൽ മഴയ്ക്കേണ്ട ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പാലസ്തീൻകാർക്കും പാലസ്തീൻ വേണ്ട, ഈജിപ്തിന് പാലസ്തീൻ കൊടുക്കണം, ഒന്നും വേണ്ട. ഇപ്പോൾ അറബ് ലീഗ് ഇത് ആവശ്യപ്പെടുന്നു. അതിൽ അവരുടെ ഒരു വിജയം ആയിട്ട് അവർ കൊട്ടിഘോഷിക്കുന്നത് ഈ സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം കൂടെ ചേർന്നാണ് ഈ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. സത്യമാണ്. ഞാൻ ആ പ്രമേയം വായിച്ചു നോക്കി. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 67-ന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോകണം, ജെറുസലേം വിട്ടുകൊടുക്കണം. ഇസ്രായേൽ സമ്മതിക്കാൻ പോകുന്ന കാര്യമില്ല ജെറുസലേം വിട്ടുകൊടുക്കാൻ. ജെറുസലേം വിട്ടുകൊടുക്കണം, ഗോലാൻ ഹൈറ്റ്സ് വിട്ടുകൊടുക്കണം, വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കണം, ഗാസ വിട്ടുകൊടുക്കണം. ആർക്ക് വിട്ടുകൊടുക്കണം? അവർ പറഞ്ഞു ഇതിൽ ചില ഭൂഭാഗങ്ങൾ ചേർത്തിട്ട് പാലസ്തീൻ ഉണ്ടാക്കണം. ആ പാലസ്തീൻ PLOയ്ക്ക് കൈമാറണം, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഫത്ത പാർട്ടി എന്നാണ്. വെസ്റ്റ് ബാങ്കൊക്കെ ഭരിക്കുന്നത് ഇപ്പോഴും ഫത്ത പാർട്ടിയാണ്. ഗാസയിലും ഫത്ത പാർട്ടിയായിരുന്നു. ആ ഫത്ത പാർട്ടിയെ തള്ളി താഴെ ഇട്ടിട്ടാണ് ഹമാസ് കയറിയത്. ഹമാസിനെ പറ്റി ഒരക്ഷരം ഇവരുടെ പ്രമേയത്തിലില്ല, ഒരക്ഷരമില്ല. ഹമാസിനെ പറ്റിയില്ല. മാത്രമല്ല സെപ്പറേറ്റ് പ്രമേയം വന്നു. ഹൂത്തികൾ കാണിക്കുന്ന പച്ചപ്പോക്കത്തിലാണ് അവന്മാരെ അടിച്ചൊതുക്കും. ഹൂത്തികൾക്കെതിരെ ഇവരെ പറ്റി മെൻഷനില്ല. നമ്മുടെ നസറുള്ള, ഹിസ്ബുള്ള ഈ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്രമേയം. അതിൻ്റെ കൂടെ ഒരു വരിയും കൂടെ ഉണ്ട്. ഇറാൻ്റെ അതിർത്തികൾ ഇസ്രായേൽ മാനിക്കണം. ഇറാൻ ഉള്ളിൽ കയറിയിട്ട് ഇസ്രായേൽ പെരുമാറുന്നത് ശരിയല്ല. ഇസ്രായേലിന് അതിന് ഉത്തരവുണ്ട്. ഞാൻ അവരുടെ അതിർത്തി മാനിക്കുന്നു. കാരണം കോമൺ അതിർത്തി രണ്ടുപേർക്കും ഇല്ലല്ലോ. പിന്നെ അതിർത്തി മാനിച്ചാൽ എന്താ, ചുമ്മാ അങ്ങ് മാനിക്കരുത്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു അതിർത്തിയൊക്കെ ഞാൻ മാനിക്കുന്നുണ്ട്, പക്ഷേ എന്നെ തല്ലാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട് കയറി തല്ലും. വീട് കയറി തല്ലിയിട്ട് ഞാൻ ഇറങ്ങിപ്പോകും, ആ വീട്ടിൽ ഞാൻ താമസിക്കാനൊന്നും പോകുന്നില്ല. ഇതാണ് ഇസ്രായേലിൻ്റെ മറുവാദം. എന്ത് വാങ്ങിക്കോട്ടെ, ഈ കച്ചറ നടക്കുന്നതിനിടയ്ക്കാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. മൂപ്പര് കാലം ചെയ്തു, വലിയ ആളാകും, നമ്മളങ്ങനെയൊക്കെ പറയണമല്ലോ. തീപ്പെട്ടു, കാലം ചെയ്തു എന്നൊക്കെ, അല്ലാതെ നമ്മളെയൊക്കെ പറയുന്ന പോലെ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ കേസാകും. ഖാമനേയി തട്ടിപ്പോയി എന്നങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള ഖാമനേയിമാരെല്ലാം കൂടെ നമ്മളെ തല്ലാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം കാലം ചെയ്തു. കാലം ചെയ്തു അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്നു, കോമയിൽ കിടക്കുന്നു. കോമയോ ഫുൾ സ്റ്റോപ്പ് എന്ത് വാങ്ങിക്കോട്ടെ, നിയന്ത്രണം മകൻ്റെ കയ്യിൽ ആയതുകൊണ്ട് വലിയ വിശേഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഈ ജാനുവരി 20-ന് മറ്റേ കാർന്നവർ അവിടെ ഓപ്പറേഷൻ തുടങ്ങുകയാണ്. ഏത് കാർന്നവർ? ട്രംപ്. അമേരിക്കയിൽ അദ്ദേഹം ഔദ്യോഗികമായിട്ട് അധികാരത്തിൽ വരുന്നത് ജാനുവരി 20-നാണ്. ജാനുവരി 20-ന് മുമ്പ് ആവുന്നത്ര കാശ് ഈ തുരപ്പന്മാർക്കെല്ലാം ജോ ബൈഡൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിന്, അവിടെ ഇവിടെയൊക്കെ. ഈ യൂനസൊക്കെ പട്ടിണിയായി പോകുമല്ലോ ട്രംപ് വന്നു കഴിഞ്ഞാൽ. യൂനസിനിപ്പോൾ അറിയാമല്ലോ, കഴുത്ത് ചെത്തിയ കോഴിയെപ്പോലെ യൂനസ് ഓടുകയാണ് അവിടെ ഇവിടെയൊക്കെ. കാരണം ട്രംപ് ഒരു സ്ഥലത്ത് ചോദിച്ചു, വേർ ഈസ് ദാറ്റ് മൈക്രോ ഫിനാൻസ് ഗൈ എന്ന് ചോദിച്ചു യൂനസിന്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മൈക്രോ ഫിനാൻസാണ് യൂനസ് ബംഗ്ലാദേശിൽ നടത്തിയത്. യൂനസിന് നോബൽ സമ്മാനം, നടേശന് ചീത്ത. അതുകൂടാതെ വിജിലൻസ് എന്തോ CBI അന്വേഷിക്കുന്നു മൈക്രോ ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വയസ്സുകാലത്ത് ആ മനുഷ്യനെ എല്ലാവരും കൂടെ ഉപദ്രവിക്കുന്നു.
ഇത് ചെയ്ത് മറ്റേ ആൾക്ക് നോബൽ സമ്മാനം അത് മനഃപൂർവ്വം കൊടുത്തതാണ്. ഈ ക്ലിൻ്റൺ ഫൗണ്ടേഷൻ ഇവരൊക്കെ കൂടിയിട്ട് ഇവരെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുക, അതായിരുന്നു ഉദ്ദേശം. അതവർ സാധിച്ചു. നിങ്ങൾ നോക്കി, ഇല്ലാത്ത പ്രശ്നം കുത്തിപ്പൊക്കിയാണ് അവരെ പുറത്താക്കിയത്. 1971 ബംഗ്ലാദേശ് ഉണ്ടായില്ല. അന്നത്തെ സമരത്തിൽ മരിച്ചുപോയവർ, അവരുടെ മക്കൾ, ഇവർക്കൊക്കെ റിസർവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിരുന്നു. അത് ഷെയ്ഖ് ഹസീന എടുത്തു കളഞ്ഞത് അവിടുത്തെ ഹൈക്കോടതി പുനഃസ്ഥാപിച്ചു. ഹസീന അതിനെതിരെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. അതിനർത്ഥം സംവരണം ഇല്ല എന്നാണ്. ഈ ഇല്ലാത്ത സമരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ഷെയ്ഖ് ഹസീനയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവരെ ഉരുട്ടിയിടുകയും അവർ സൂത്രത്തിനോടി ഇന്ത്യയിൽ വരികയും ചെയ്തു. ഇന്ത്യ അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നു, ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ആ സ്ഥിതിയാണ്. ഇതിൻ്റെ നടുക്കാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നത് ജാനുവരി 20. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഈ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അറബ് ലീഗോ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസോ ഒന്നും പ്രമേയം പാസ്സാക്കിയാലൊന്നും ട്രംപ് കുലുങ്ങാൻ പോകുന്നില്ല. മാത്രമല്ല, തീരെ ക്ഷീണിച്ചിരിക്കുന്ന ഇറാൻ അത് താമസിയാതെ ഈ പറഞ്ഞ പോലെ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ട് പഴയ ഇറാനായിട്ട് തിരിച്ചു വരാനും സാധ്യതയുണ്ട്. വലിയ രക്തച്ചൊരിച്ചിലുണ്ടാവും. പക്ഷേ ഖൊമൈനി ഇല്ലാതിരുന്ന ഒരു കാലത്തേക്ക് ഇറാൻ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ വാസ് എ പ്രോഗ്രസീവ് സൊസൈറ്റി. മറ്റ് മുസ്ലിങ്ങളെ പോലെയല്ല, ഷിയാക്കളാണല്ലോ ഇറാനിൽ. ഷിയാക്കൾ കുറേ കൂടെ പ്രോഗ്രസീവാണ് സുന്നികളെക്കാൾ. അപ്പോൾ അവർ നമ്മളെപ്പോലെ സാധാരണ വേഷം ധരിച്ച് അത് സുന്നികളുടെ കാര്യം പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയിരുന്നു 1969, 70, 71 അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി എന്തായിരുന്നു? സാധാരണ നമ്മളിവിടെ എറണാകുളം പോലത്തെ ഒരു നഗരമായിരുന്നു ഈ ഖാണ്ടഹാർ എന്നൊക്കെ പറയുന്നത്. ഇതുപോലത്തെ വേഷമൊക്കെ ധരിച്ച ആൾക്കാർ കുറച്ച് പേരെന്തെങ്കിലും ബുർഖായിഡ് അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇതെല്ലാം റാഡിക്കൽ ഇസ്ലാം കീഴടക്കിയാണ് ഈ പ്രയാസം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ കഥ വേറെ. ഇറാനിൽ ഇപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഷിയാക്കളുടെ വലിയൊരു സംഖ്യയുണ്ട്. അതുകൊണ്ട് ഇറാനിലെ ഈ ഭരണകൂടം അട്ടിമറിക്കപ്പെടാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ ഡീപ്പ് സ്റ്റേറ്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ്. നേരെ പോകുന്നുള്ള ആൾ. പുള്ളി പച്ചയ്ക്ക് അങ്ങ് പറയും, നിൻ്റെ ഭരണം ഞാൻ അട്ടിമറിക്കൂടാ എന്ന് പറഞ്ഞിട്ട് നേരിട്ടങ്ങ് ചെയ്യുന്ന ടീമാണ് ഡൊണാൾഡ് ട്രംപ്. അതിന് പറ്റിയ ആൾക്കാരെയൊക്കെ അദ്ദേഹം ഓൾറെഡി റിക്രൂട്ട് ചെയ്ത് നോട്ടമിട്ട് അവരുടെ പേരും ഒക്കെ അനൗൺസ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ജാനുവരി 20 വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനിടയ്ക്ക് ജോ ബൈഡൻ എന്തൊക്കെ കളിക്കണോ അതൊക്കെ കളിക്കാം. പക്ഷേ ജോ ബൈഡൻ ഇപ്പോൾ ഇൻ്റർനാഷണലി ക്രെഡിബിലിറ്റി ഇല്ലാത്ത ലെയിം ഡക്ക് മിനിസ്ട്രിയാണല്ലോ. എല്ലാവർക്കും അറിയാം ജാനുവരി 20 ഗ്യാസ് പോകാൻ പോവുകയാണ് ഈ കാർന്നവരുടെ. അപ്പോൾ പിന്നെ കാർന്നവർ അങ്ങനെയൊക്കെ പറയും ബാക്കിയുള്ളവരാണ്. അപ്പോൾ ശരി, OIC മറ്റേ അറബ് ലീഗ് കൂടിയിട്ടൊരു പ്രമേയമൊക്കെ പാസ്സാക്കി ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് അത് പാസ്സാക്കാം, അത് കുഴപ്പമില്ല, അതുകൊണ്ട് എന്തെങ്കിലും കൂടെ കിട്ടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രമേയമൊക്കെ പാസ്സാക്കും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും UAEയും സൗദി അറേബ്യയും ബ്രിക്സിലെ മെമ്പേഴ്സാണ്. ഇത്തവണ UAE ബ്രിക്സ് മീറ്റിങ്ങിന് വന്നു, സൗദി അറേബ്യ വന്നില്ല. ഇറാൻ കാല് പിടിച്ച് എൻ്റെ പൊന്നു ചേട്ടാ പോകരുത്, ചേട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. സൗദി അറേബ്യ പറഞ്ഞു, അല്ല ഞാൻ ഒപ്പിട്ട് അതിൻ്റെ മെമ്പറായതല്ലേ, അല്ല അത് കുഴപ്പമില്ല, ഈ ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മുഹമ്മദ് ബിൻ സൽമാൻ സമ്മതിച്ചു, ശരി ഞാൻ പോണില്ല, ഞാൻ ഇനി പോയിട്ട് തനിക്കൊരു വിഷമം വേണ്ട. കാരണം 4 വശത്തു നിന്ന് നാണം കെട്ട് നിൽക്കുക ഇറാൻ. അവരുടെ ആയുധശേഖരം മുഴുവൻ ഇസ്രായേൽ നശിപ്പിച്ചു, നാമാവശേഷമാക്കി. ഇറാൻ പാകിസ്ഥാനോട് വിമാനമുണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്ന സ്ഥിതി വന്നു. പാകിസ്ഥാനോട് എങ്ങനെ? അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ ഇറാന് വന്ന് ഭവിച്ചിരിക്കുമ്പോഴാണ് ഈ ഖമൈനി എന്ന കാർന്നവരും സ്ഥലം വിട്ടു. ഈ സ്ഥലം വിട്ട കാര്യം നമ്മൾ അറിയാനായിട്ട് ചിലപ്പോൾ 10-15 ദിവസം എടുക്കും കേട്ടോ. ഇതൊക്കെ പതിവുള്ളതാണ്. ഏകാധിപതികൾ മരിക്കുമ്പോൾ പുറത്ത് പറയില്ല. പണ്ട് സോവിയറ്റ് യൂണിയനിൽ, ചൈനയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ
ലെനിൻ മരിച്ചു കഴിഞ്ഞാൽ ലെനിൻ മരിച്ചു എന്ന് പറയാൻ ആർക്കാ ധൈര്യം? ആർക്കും ധൈര്യമില്ല. സ്റ്റാലിൻ മരിച്ചു എന്ന് ആര് പറയുന്നേ? ഇനി എങ്ങാനും മരിച്ചിട്ടില്ലെങ്കിലോ എന്താവും സ്ഥിതി? അങ്ങനെ ദിവസങ്ങളോളം ഇവർ എംബാം ചെയ്തോ മറ്റേ ഫ്രീസറിലോ അവിടെയൊക്കെ വെച്ചുകൊണ്ട് ഈ കക്ഷി എണീറ്റ് വരുമോ ഇല്ലെന്ന് ആർക്കും ഉറപ്പില്ല. ഡോക്ടർമാർ പറയും ആൾ മരിച്ചു കേട്ടോ, ഇനി തിരിച്ചു വരുന്ന പ്രശ്നമില്ലാന്ന്. ഞാൻ പറയില്ല, ഡോക്ടർ വേണേൽ പറഞ്ഞു. ഡോക്ടർ പറയും ഞാനെന്തിനാ ഇത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ കൂലിവാലാക്കുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ഏകാധിപതികൾക്കുണ്ട്. അതുകൊണ്ട് ഇവർ മരിച്ചാൽ മരിച്ചു എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളിനെ കിട്ടില്ല. ധൈര്യം വേണ്ടേ? കാർന്നൊരു തട്ടിപ്പോയി കിട്ടും. നമുക്ക് സാധാരണ ഒരു കിളവനെയാണെങ്കിൽ അയാളുടെ കൈ പിടിച്ച് നാടിയില്ല, കണ്ണൊക്കെ തുറന്ന് നോക്കി വടിയായി ഇപ്പോൾ വിറകെടുക്കുക മറ്റേ മാവ് വെട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കും. ഏകാധിപതികൾ എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് പറയാൻ ആർക്കും, എല്ലാവർക്കും അറിയാൻ മരിച്ചു എന്ന്, പക്ഷേ പറയാൻ ആർക്കും ധൈര്യമില്ല. ഇതുപോലെ ആയിരിക്കും നമ്മളുടെ ഖമനയുടെ. കാരണം കോമയിലാണെന്ന് ഏകദേശം എല്ലാവരും സമ്മതിക്കും. ഇറാൻ പത്രങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേലും വേണ്ടിയില്ല. ഇസ്രായേലിലെ ഒരു പത്രവും ഒന്നും പറയുന്നില്ല. മറ്റവനെന്ത് പറയുന്നു നോക്കട്ടെ എന്നുള്ള മട്ടിൽ അവരിയ്ക്കുന്നു. മരണം ഒരു തമാശയായി മാറിയിരിക്കുന്നു. ഏകാധിപതികളുടെയൊക്കെ മരണം ഇങ്ങനെയാണ്. പലപ്പോഴും ദുരന്തമായിരിക്കും, അല്ലെങ്കിൽ കോമാളിത്തമായിരിക്കും. നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ ഖമനയുടെ മരണം ഒരു കോമാളിത്തരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആശുപത്രിയിലാണെന്ന് പറയുക, മരിച്ചു എന്ന് പറയുക, മരിച്ചിട്ടില്ല എന്ന് പറയുക. ഇനി ഖമനയെ പോലെ വേറൊരു കളവിനെ നമുക്കിത് തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾക്കിത് തിരിച്ചറിയാൻ പറ്റുമോ? ഈ സാധനങ്ങളെ താടിയും തലപ്പാവും ഉണ്ട്. ഇതെങ്ങനെ തിരിച്ചറിയും? ഒരു കളവനെ വേറൊരു കളവനിൽ നിന്ന് തിരിച്ചറിയണ്ടേ? അതറിയാൻ പറ്റില്ല. വെളുത്ത് തുടുത്ത് വലിയ മൂക്കും ഒക്കെ ആയിട്ട് അവരുടെ വേറൊരു ഷേപ്പാണല്ലേ, നമ്മളെക്കാളൊക്കെ വലിയ ഹൈറ്റും ഇതുമൊക്കെ ഉള്ളത്. തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ വേറൊരു കളവനെ അവിടെ ബാൽക്കണിയിൽ കൊണ്ടുവന്നെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുടുങ്ങി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഏകദേശം ഉറപ്പാണ്. ഇപ്പോൾ കുറഞ്ഞത് 10 വെബ്സൈറ്റുകളെങ്കിലും ഖമനയി ഈസ് ഡെഡ് എന്ന് കൺഫേം ചെയ്യുന്നു. അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഇനി ഏകാധിപതികൾക്ക് സംഭവിക്കുന്ന പോലെ ഇയാളെപ്പോലെ വേറൊരാൾ എണീറ്റ് വരികയും അയാളാണ് ആയാത്തുള്ള എന്ന് പറയുകയും നാളെ 2 ആയാത്തുള്ളമാരും തമ്മിൽ അടിതണക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത്ഭുതപ്പെടരുത്. അതാണ് ഇറാനിലെ സ്ഥിതി ഇപ്പോൾ. അതറിഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ഒരു മുഴം നീട്ടിയെറിഞ്ഞത്, നിങ്ങൾക്ക് താമസിയാതെ സ്വാതന്ത്ര്യം കിട്ടും എന്ന്. ഏതായാലും ആയാത്തുള്ള ഖമനയി എന്ന് പറയുന്ന ഇറാൻ്റെ സർവാധികാരി മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണ്. അത് നേരത്തെ കാലത്തെ നാട്ടുകാരെ അറിയിച്ചാൽ ഇറാന് നല്ലത്, ഇന്ത്യക്ക് എന്താ? അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് ഇന്ത്യക്ക് ഇന്ത്യ ഇപ്പോഴും ഇറാനെ ഒരു സുഹൃത്ത് രാജ്യമായിട്ടാണ് കാണുന്നത്. ഇറാൻ ഇന്ത്യയെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ആരോടും ശത്രുതയൊന്നുമില്ല. എന്ത് കാര്യത്തിനും ശത്രുത. ഇസ്രായേൽ അവരെ തല്ലി, അവർ ഇസ്രായേലിനെ തല്ലിയുകൊണ്ടാണ് തിരിച്ച് തല്ലിയത്. അതുകൊണ്ട് ഇസ്രായേലിനോടും നമുക്ക് അടുപ്പമുണ്ട്, ഇറാനോടും അടുപ്പമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഒന്നുമില്ല. പക്ഷേ ദേശീയവാദികളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മുഖ്യധാരയിലേക്ക്, റാഡിക്കൽ ഇസ്ലാമിനെ വിട്ട് മുഖ്യധാരയിലേക്ക് വരേണ്ടത് ഒരാവശ്യമാണ്. ലോകസമാധാനത്തിനും അത് ആവശ്യമാണ്. താങ്ക് യു.